ബഹുമാനപ്പെട്ട നമ്മുടെ താനൂർ നഗരസഭ ചെയർമാൻ റഷീദ് മോര്യ അവറുകളാണ്. അദ്ദേഹത്തെ ഒന്ന് രണ്ട് വാക്കുകൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കൂടിയിട്ടുള്ളത്. വളരെ കുറഞ്ഞ സമയം ആണ് അദ്ദേഹത്തിന് താനൂർ നഗരസഭയുടെ ചെയർമാനായി ഇരിക്കാനുള്ള അവസരം കിട്ടിയിട്ടുള്ളത്. ഈ കാലയളവിൽ അദ്ദേഹത്തിനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നതാണ് ലക്ഷ്യം. ചെയർമാൻ, നഗരസഭ ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാകുകയാണല്ലോ. അപ്പോൾ കുറഞ്ഞ സമയം മാത്രമാണ് താങ്കൾക്ക് ഈ നഗരസഭയുടെ ചെയർമാനായി ഇരിക്കാനുള്ള അവസരം കിട്ടിയിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ താനൂർ നഗരസഭയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമുക്കറിയാവുന്ന പോലെ താനൂർ മുനിസിപ്പാലിറ്റി ഒരു തീരദേശ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ്. താനൂരിൽ 44 വാർഡുണ്ട്. അതിൽ 16 വാർഡ് കോസ്റ്റൽ ഏരിയയിലുള്ളതാണ്. ബാക്കി വാർഡുകളാണ് താനൂരിന്റെ സെൻട്രൽ ഭാഗത്തും കിഴക്ക് ഭാഗത്തുമായിട്ടുള്ളത്. ഇവിടെ ഏകദേശം 1 ലക്ഷത്തോളം ജനസംഖ്യയും 22,000-ഓളം 10,000-ന്റെയും 15,000-നും 20,000-നും ഇടയിൽ വീടുകളുമുള്ള ഒരു വലിയ മുനിസിപ്പാലിറ്റിയാണ്. ഇവിടെ ഈ 5 വർഷത്തിനിടയിൽ ഈ കഴിഞ്ഞ ഞങ്ങളെ ഭരണസമിതിയുടെ 5 വർഷം, ആദ്യത്തെ ഒരു വർഷത്തോളം കോവിഡിന്റെ മഹാമാരിയുടെ ലോക്ക്ഡൌൺ ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾക്കിടയിലാണ് കടന്നുപോയത്. അതിനുശേഷം വന്ന കാലയളവിലാണ് നമുക്ക് വികസനങ്ങൾ കൂടുതൽ ചെയ്യാൻ പറ്റിയിരുന്നത്. ചെയർമാൻ എന്ന നിലയിൽ കഴിഞ്ഞ 15-18 മാസത്തോളമായി ഇത് ആ പദവിയിൽ ഇരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ചില ഇടപെടലുകൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. താനൂരിന്റെ വികസന രംഗത്ത് പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരാനും ആ രീതിയിലുള്ള ചില മുന്നേറ്റങ്ങൾ നടത്താനുമുള്ള ശ്രമങ്ങളാണ് നമുക്ക് നടത്താൻ കഴിഞ്ഞത്. അത് പ്രധാനമായും നമുക്ക് പറയാവുന്നത് കാർഷിക മേഖലയിൽ അനുഭവിക്കുന്ന ചില പ്രതിസന്ധികൾ, ചില പരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിക്കേണ്ടതുണ്ട്. ആ രീതിയിലുള്ള ചില ഇടപെടലുകൾ നമുക്ക് ഭാഗത്ത് നിന്ന് നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിഭാഗമാണ്. അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശ്രദ്ധേയമായ ചില ഇടപെടലുകൾക്ക് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വം നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സാഹിത്യവും സാംസ്കാരികവും ഒക്കെ ആയിട്ടുള്ള മേഖലയിലേക്കുള്ള ഒരു ചുവടുവെപ്പിന് കൂടി ഈ കാലയളവിനുള്ളിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞു എന്നതാണ് മനസ്സിന് സംതൃപ്തി നൽകുന്നത്. പൂർത്തീകരിക്കപ്പെടാത്ത എന്തെങ്കിലും പദ്ധതികൾ ഇനി ഉണ്ടോ? ഈ ഞങ്ങളുടെ കാലയളവിനിടയിൽ നമുക്ക് ശ്രദ്ധേയമായി പറയാവുന്ന ഒരു സംഗതി ഭിന്നശേഷി കുട്ടികളുടെ കാര്യത്തിൽ ഞങ്ങൾ നടത്തിയ ഒരു ഇടപെടലാണ്. 2015 മുതൽ താനൂരിൽ ബഡ്സ് സ്പെഷ്യൽ സ്കൂൾ പ്രവർത്തിക്കുന്ന ഒരു വാടക കെട്ടിടത്തിലാണ്. ഞങ്ങൾ ഈ ഭരണസമിതിയുടെ കാലത്താണ് അതിന് 22 സെന്റ് സ്ഥലം സൗജന്യമായി നല്ല അഭ്യുദയകാംക്ഷികളിൽ നിന്ന്, സ്നേഹജനങ്ങളിൽ നിന്ന് അത് സ്വീകരിച്ച് രജിസ്റ്റർ മുനിസിപ്പാലിറ്റിയുടെ ആസ്തിയിൽ ഉൾപ്പെടുത്തി അവിടെ ഏകദേശം 4,600 സ്ക്വയർ ഫീറ്റിൽ ചതുരശ്ര അടിയിൽ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു ബിൽഡിങ്ങിന്റെ നിർമ്മാണം അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അതേതായാലും ഞങ്ങളുടെ കാലയളവിൽ ഉദ്ഘാടനം ചെയ്യാൻ കഴിയില്ല. എങ്കിൽ പോലും ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി വലിയൊരു ഇടപെടൽ നടത്താൻ നമുക്ക് കഴിഞ്ഞു എന്നതിലുള്ള വളരെ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഞങ്ങളെ 44 കൗൺസിലർമാർക്കും അതിൽ വലിയ സന്തോഷമുണ്ട്. അതിൽ താനൂരിലെ അതുമായി സഹകരിച്ച ഈ നാട്ടിലുള്ള താനൂർ മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട ആളുകളോടാണ് ആ വിഷയത്തിൽ നമ്മൾ കൂടുതൽ നന്ദി പറയുന്നത്. കാരണം വെച്ചാൽ 22 സെന്റ് ഭൂമി ഇന്നത്തെ ഈ ഒരു കാലത്ത് ആളുകൾ സൗജന്യമായി നൽകുക എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുന്ന കാര്യമാണ്. ഒരു വളരെ പെട്ടെന്നാണ് നമുക്ക് ആ ഭൂമി കണ്ടെത്താൻ കഴിഞ്ഞത്. അവിടെ ഇ.ടി. ബഷീർ MP യുടെ 28 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് 4,600 സ്ക്വയർ ഫീറ്റുള്ള ബിൽഡിംഗ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്.